ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയൽ ബാലൻസിനെ പറ്റിയാണ്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസാക്ഷൻ ആദ്യം നമ്മൾ ജേണലിലാണ് എൻ്റർ ചെയ്യുന്നത്, പിന്നെ നമ്മളത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഹെഡിനും വരുന്ന ലെഡ്ജറിനെ നമ്മൾ ബാലൻസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ചില ലെഡ്ജേഴ്സിന് ബാലൻസ് ഉണ്ടാവും, ചില ലെഡ്ജേഴ്സിന് ബാലൻസ് ഉണ്ടാവത്തില്ല, അത് മാച്ച് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ലെഡ്ജേഴ്സ് ഉണ്ടാക്കി ആ ലെഡ്ജേഴ്സിൻ്റെ എല്ലാം ബാലൻസ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. അതിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതായത് ഏത് ലെഡ്ജറിനാണോ ഡെബിറ്റ് ബാലൻസ് ഉള്ളത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഏതിനാണോ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയിരിക്കണം. അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ട്രയൽ ബാലൻസ് രണ്ട് സൈഡും മാച്ച് ആവും. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് നോക്കാനും പിന്നെ ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ മാച്ച് ആയി എന്ന് കരുതി നമ്മളുടെ അക്കൗണ്ട്സ് എല്ലാം കറക്റ്റ് ആവണം എന്ന് ഇല്ല. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ലിസ്റ്റ് ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് അറ്റ് എ പെർട്ടിക്കുലർ ഡേ ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ മെയിനായിട്ടും നമ്മൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി ആണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദ ട്രയൽ ബാലൻസ് ആണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇത് ലെഡ്ജർ ബാലൻസസ് എടുത്താണ് ഉണ്ടാക്കുന്നത്. ടോട്ടൽ ഡെബിറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. ഇത് നമ്മളെ എറേഴ്സ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കും. ബട്ട് ട്രയൽ ബാലൻസ് ഡസ് നോട്ട് പ്രൂവ് ദാറ്റ് ബുക്സ് ആർ ഫ്രീ ഫ്രം എറേഴ്സ്. ഈവൻ ഇഫ് ദ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയാൽ പോലും ട്രയൽ അക്കൗണ്ട്സിൽ സ്റ്റിൽ എറേഴ്സിന് സാധ്യതയുണ്ട്. ചില ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്, അത് നമ്മൾ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്തതുണ്ട്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പൽ ഒക്കെ അതിനൊരു എക്സാമ്പിൾസ് ആണ്. ഇതിൽ നമ്മൾ കുറച്ച് ട്രാൻസാക്ഷൻസിനെ, അതായത് ലെഡ്ജർ ബാലൻസസിനെ എടുത്തിട്ട് ഒരു സാമ്പിൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത് ഡെബിറ്റ് ബാലൻസ് വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് ബാലൻസ് വരുന്ന എല്ലാ ഐറ്റംസിനെ ക്രെഡിറ്റിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻ ബേസിക്കലി നമുക്കറിയാവുന്ന റൂൾ തന്നെ, അസറ്റ്സ് ഡെബിറ്റ് ആയിരിക്കും, എക്സ്പെൻസ് ഡെബിറ്റ് ആയിരിക്കും, ഇൻകമും ലയബിലിറ്റി ക്രെഡിറ്റ് ആയിരിക്കും, ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയിരിക്കും. അങ്ങനെ സെയിം റൂളാണ് നമ്മൾ ഇതിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട്സ് അരിത്തമെറ്റിക്കലി ആക്യുറേറ്റ് ആണെന്ന് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.